പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ പുതിയ ഒരു ജോലിക്കൊക്കെ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ജോലിയാണെങ്കിൽ നമ്മൾ അനന്തപുരിയിൽ ആർക്കും തന്നെ താല്പര്യമില്ല. ജലജയ്ക്കും അബിക്കും ഒഴിച്ച് ബാക്കി ആർക്കും അവിടെ ആ ഒരു ജോലിക്ക് പോകുന്നതിൽ താല്പര്യമില്ല. പക്ഷേ നമ്മൾ നവ്യയെടുത്താണെങ്കിൽ അതിന് പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു വാശിക്ക് വേണ്ടി തന്നെയാണ് നവ്യ ആ ഒരു ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. മോഡലിങ്ങിന് വേണ്ടിയാണ് നവ്യ പോകുന്നത്. ഇതും ഒരു സ്വർണ്ണക്കടയിലൊക്കെ ഒരു മോഡലിങ്ങിൻ്റെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനകത്താണ് നമ്മൾ നവ്യ ആണെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ആ ഒരു ഇതിൽ എല്ലായിടത്തുള്ള വാശിക്ക് തന്നെയാണ് നവ്യ ആ ഒരു ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടിയൊക്കെ പോകുന്നത്. നമ്മളെ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ ദേവയാനി പറയുന്നുണ്ട് നവ്യ ആണെങ്കിൽ ഒരുപാട് മാറിപ്പോയി, പഴയതിൽ നിന്നൊക്കെ നല്ല മാറ്റമൊക്കെ വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അബിയെ ജയിലിലാക്കിയതിന് ശേഷം തൊട്ട് നവ്യ നമ്മളെല്ലാവരും മനഃപൂർവ്വം അബിയെ ജയിലിലാക്കിയെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവളെ മനസ്സിൽ കിടന്നിട്ടാണ് അവൾ ഇപ്പം ആ പഴയതിനെയും കാട്ടി ഇപ്പം സ്വഭാവവും കാര്യങ്ങളെല്ലാം മാറി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയാണെങ്കിലും മുത്തശ്ശനോടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വരട്ടെ, ഇവിടം വരെ പോകുന്നത് നോക്കാം, എന്തായാലും ഇങ്ങനെ അവളെ വിട്ടാൽ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും അവൾ അറിയേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു, എന്തായാലും അതുകൊണ്ട് അവളിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്നൊക്കെ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് അതിക്രമിച്ചു എന്നല്ല, അതിപ്പോൾ ഒരുപാട് സമയം കടന്നുപോയി, അവളാണെങ്കിൽ ഇപ്പം അഹങ്കാരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അച്ഛാ, എന്തായാലും അവൾക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ അവൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പുറത്തോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ കൊണ്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ നവ്യയാണെങ്കിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നവ്യയും തിരിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ നിനക്ക് നവ്യയുടെ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് തൻ്റെ കൊച്ചുമകളല്ലേ, ഇത് ഇപ്പം എന്താ ഇങ്ങനെ പരസ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്, അത്രയ്ക്കും അങ്ങ് അതമ്പതിച്ച് പോയ അനന്തപുരി തറവാടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും അവർ പറയുന്നുണ്ട് എന്തായാലും ആൾക്കാരൊക്കെ നിങ്ങളെ എത്ര ഇതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ പരസ്യത്തിലും കാര്യത്തിലൊക്കെ അഭിനയിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെക്കുറിച്ച് എത്ര മോശമായിട്ടായിരിക്കും അവരൊക്കെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് താൻ എന്തായാലും തൻ്റെ വീട്ടിലെ മരുമക്കളെ കൊച്ചുമക്കളെ ഒന്നും ഇങ്ങനൊന്നും വിടത്തില്ലല്ലോ, അപ്പം തന്നെ ധിക്കരിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ടോ നമ്മളെ ഇപ്പോൾ ആരാടാ മൈൻഡ് ചെയ്യുന്നത്, എല്ലാവരും അവരുടെ ഇഷ്ടം കണക്കൊക്കെ അല്ലേ ഇതാവുന്നത്, നമ്മൾക്കൊക്കെ ഇപ്പം വയസ്സായൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെയൊക്കെ വാക്കുകൾ അനുസരിക്കേണ്ടതെന്നൊക്കെ അവർ വിചാരിച്ച് കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വാശിക്കും വീറിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല, ഞാനാണെങ്കിൽ ഇത് എവിടം വരെ പോകുമെന്നൊക്കെ ഞാൻ നോക്കുവാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്ത് തന്നെ അടങ്ങത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നത് എന്തായാലും അനന്തപുരിക്കാരിപ്പം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ടിട്ട് നിൽക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു കുറവും കൂടെ മാത്രം വേണ്ടാന്ന് വിചാരിച്ച് കാണും, എന്തായാലും അവളെവിടം വരെ പോകുന്നു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് വരുന്നു. മുത്തശ്ശനാണെങ്കിൽ നേരെ അനന്തപുരി തറവിലോട്ട് വന്നതിന് ശേഷം നോക്കുമ്പോൾ നല്ല അഹങ്കാരത്തിനോട് തന്നെ നമ്മളെ നവ്യയാണെങ്കിൽ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ നവ്യയുടെ അടുത്തോട് ചെന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് സമാധാനം ആയല്ലോ, ഞാനാണെങ്കിൽ തല നിവർത്ത് നടന്നതായിരുന്നു എല്ലാവരെയും മുമ്പിൽ, ഇപ്പോൾ എന്നെ തല കുനിയാൻ വിട്ടപ്പോൾ നിനക്ക് സമാധാനം ആയല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നവ്യ ചോദിക്കുന്നത് ഓ ഞാൻ ചെയ്തതിന് മാത്രമേ ഉള്ളൂ നിങ്ങൾ തല കുനിച്ച് നടക്കുന്നത്, ആദർശേട്ടൻ ഇവിടെ ചെയ്തതിനൊന്നും നിങ്ങൾക്ക് തല കുനിച്ച് നടക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല, ഞാനും അബി എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റമാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ആദർശിൻ്റെ കാര്യമൊന്നും എടുത്തിടേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നവ്യ എടുത്ത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശിൻ്റെ കാര്യം നീ പറയുകയാണെങ്കിൽ ഇപ്പം നീ നേരെ തിരിച്ച് ഇപ്പോൾ നീ ഇവിടെ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നീ അബിയെടുത്തായിരിക്കും നീ കാണിക്കുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ടോ എന്തെങ്കിലും ആദർശേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉടനെ അതെല്ലാം തെറ്റും അബിയുടെ മണ്ടയിലോട്ടാണല്ലോ നിങ്ങൾ കൊണ്ടിടുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ ആണെങ്കിൽ ദേഷ്യത്തോടാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം എന്തായാലും പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ അഭിനയിക്കുന്ന ഭർത്താക്കന്മാരെ മനസ്സിലാക്കാത്ത ഭാര്യമാരുണ്ട്, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പോയി ജീവിക്കുന്നതിനെ കണ്ടി പോയി മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും എനിക്കിപ്പം ആ ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ വെക്കാനോ എനിക്ക് താല്പര്യമില്ല, പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇപ്പം ഇങ്ങനെ അഭിനയിക്കുന്നതും കാര്യങ്ങളും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കെന്തായാലും ഇപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ എല്ലാ അധികാരവും എനിക്കുണ്ട്, ഞാൻ ആർക്കും ഈ വീട് ഓഹരി വെച്ച് കൊടുത്തിട്ടും ഇല്ല, ഞാൻ അത് എനിക്കാണെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ തീരുമാനിക്കാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് എന്തായാലും നീ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എന്തായാലും ഈ വീട്ടിൽ നിന്ന് നീ ചെയ്യേണ്ട കാര്യമില്ല, നിൻ്റെ പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തുകയും ഉളുപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉളുപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയി നിന്നിട്ട് നീ അഭിനയിക്കുകയോ നീ എന്താ വേണമെങ്കിലും ചെയ്തോ, എന്തായാലും
എന്തായാലും ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ തീർത്തും തന്നെ നവ്യയെടുത്ത് പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ വീട്ടിൽ നിന്ന് നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അല്ലാതെ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് നീ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കാണിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല, അതിന് എനിക്കൊട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിൻ്റെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും എന്തെങ്കിലുമൊക്കെ എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട്, ഞങ്ങളെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾക്കുള്ള അവകാശം അവർക്കും ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങളെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങളും കൂടെ പോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ ഇവിടെ ആരും പിടിച്ച് വെച്ചിട്ടൊന്നും ഇല്ലല്ലോ, പോകേണ്ടവരൊക്കെ പൊയ്ക്കോണം, അത്രയ്ക്കും ഈ വീട്ടിൽ സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നവ്യയും ജലജയൊക്കെ അവിടെ നാട്ടി ഇറക്കുന്നുണ്ട്. നവ്യയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി പെട്ടിയൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ജലജയും അഭിയാണെങ്കിൽ തീരുമാനിക്കുന്നുണ്ട്, എന്തായാലും ഇവളെ കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊന്നും കിട്ടത്തില്ല, അപ്പോൾ അതെന്തായാലും ഇവളെ കൂടെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ട എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അവളെ മുമ്പിൽ കുറച്ചൊന്ന് അഭിനയിച്ചേക്കാം, അവളുടെ അടുത്ത് സ്നേഹം ഉണ്ടെന്നൊക്കെ ഒന്ന് അഭിനയിച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ജലജ നവ്യയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും മോളെ നിൻ്റെ കൂടെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാതായി പോവും, അതുകൊണ്ട് മോളെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് തന്നെ പൊയ്ക്കോണം, ഇവർ പറയുന്നതൊന്നും മോളെ അനുസരിക്കുകയും വെക്കുകയൊക്കെ ചെയ്യണ്ട, മോളെന്തായാലും വീട്ടിൽ നിന്ന് മോളെ ആണെങ്കിൽ അഭി അങ്ങോട്ട് വന്ന് കണ്ടോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജയാണെങ്കിൽ. അങ്ങനെ അഭിയും ജലജയാണെങ്കിൽ നവ്യയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കണക്ക് നമുക്കൊരു കാര്യങ്ങളും കിട്ടാതായി പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അഭിയും ജലജയും കൂടെ ആണെങ്കിലും നവ്യയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞൊക്കെ വിശ്വസിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.